എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചെറുപയർ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള 4 തരം നാടൻ കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം വളരെ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1/2 കപ്പ് ചെറുപയർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് ചെന്ന് കുതിർത്തിയെടുക്കാം. ഏകദേശം 1/2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇനി അതുപോലെ തന്നെ ഒരു 10-12 കാഷ്നട്ടും കൂടി ഇതേപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് വെച്ച് അത് ഒരു അരമണിക്കൂറൊന്ന് കുതിർത്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ അതിനെ ചതച്ചെടുക്കാം. അപ്പോൾ കുതിർക്കാൻ വെച്ചിരുന്ന ചെറുപയറും കാഷ്നട്ടൊക്കെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 വിസിൽ കേൾക്കുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് പ്രഷറൊക്കെ പോയി ഇപ്പോൾ അത് തുറന്ന് നോക്കി നന്നായിട്ടിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ കശുവണ്ടി ഇങ്ങനെ കുതിർത്തിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ പച്ച കശുവണ്ടിയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതിനെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു കൈപ്പിടിയോളം തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ തേങ്ങാ കൊത്തും കശുവണ്ടിയൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ചെറുപയർ തോരന് ഭയങ്കര ടേസ്റ്റാണ്. ഇട്ട് കൊടുത്ത് തേങ്ങ കൊത്തും മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത് എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം മീഡിയത്തിലാക്കിയതിന് ശേഷം ഏകദേശം 1 മിനിറ്റോളം ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ അരപ്പിലെ വെള്ളമയമൊക്കെ ഒന്ന് മാറി തേങ്ങ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോഴേക്കും വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞ് ഈ സമയമാകുമ്പോഴേക്കും വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെച്ച് ഏകദേശം 2 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അരപ്പൊക്കെ പയറിലും കശുവണ്ടിയിലും ഒക്കെ പിടിച്ച് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ അതിലുള്ള ഈർപ്പമൊക്കെ മാറുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ഒടുവിലായിട്ട് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതായത് തോരൻ നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. ചെറുപയറും കശുവണ്ടിയും കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയ ഒരു തോരനാണ്. ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് ചെറുപയറും ചേനത്തണ്ടും ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു തോരനാണ്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1/4 കപ്പ് ചെറുപയർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് 2-3 തവണ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കിയെടുത്ത പയർ നമുക്കിനി വെള്ളം ഒഴിച്ച് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പയർ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ചേനത്തണ്ട് അരിഞ്ഞെടുക്കാം. ഇത് ഈ ഒരു വലുപ്പത്തിലുള്ള ചേനയുടെ തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിന് മുന്നേ തന്നെ ഇത് 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതേപോലെ 2ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിന് ശേഷം ഇതേപോലെ ഇതിന് പുറകുവശത്തുള്ള ഈ തൊലി നല്ലതുപോലെ ഒന്ന് കളഞ്ഞെടുക്കണം. പുറത്തുള്ള ഈ പച്ച കളറ് തോല് ഫുള്ളായിട്ടും പിന്നെ ഒന്ന് ഇളക്കി മാറ്റിക്കളയണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് അകത്തുള്ള വെള്ള ഭാഗം മാത്രമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ തോല് കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ രണ്ടും ഇതേപോലെ നന്നായിട്ട് തോല് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. തോല് കളഞ്ഞതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇതിനെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഓരോന്നും എടുത്ത് ഇതേപോലെ മുകൾ വശം നന്നായിട്ടൊന്ന് കൊത്തി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിനുള്ളിലെ നീര് കയ്യിലേക്ക് തെറിച്ചാൽ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞെന്ന് വരും. 2 തണ്ടും നമുക്ക് ഇതേപോലെ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ 2 തണ്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്.
ഇനി അരിഞ്ഞെടുത്ത തണ്ട് തോരൻ വെക്കുന്ന പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. നമ്മൾ കഴുകി അരിഞ്ഞത് കൊണ്ട് തന്നെ ഇനി ഇത് കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നേരത്തെ വേകാൻ വെച്ചിരുന്ന പയറിപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിപ്പം വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ആ വെള്ളത്തോടു കൂടി തന്നെ പയർ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി തോരൻ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ചതച്ചെടുക്കാം. ഇപ്പോൾ അടുപ്പിൽ വെച്ച് കൊടുത്ത ചേനത്തണ്ട് 1/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വീണ്ടും അരപ്പും കൂടി ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് ആവി കയറി ചേനത്തണ്ട് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി തുറന്നിട്ട് വെള്ളം എന്തെങ്കിലും അതിനകത്ത് ശേഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വറ്റിച്ച് നല്ലതുപോലെ ഇതേപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചേനയൊക്കെ പരുവായി വരുന്ന സമയമാണല്ലോ. അപ്പോൾ ചേന കിളയ്ക്കുന്ന സമയത്ത് ചേനയുടെ തണ്ട് കൊണ്ട് ഈ ഒരു തോരനൊന്ന് തയ്യാറാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ചിക്കി തോർത്തി വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകും ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു താളിച്ചതും കൂടി ഒഴിക്കുമ്പോൾ തോരൻ നല്ല സൂപ്പർ ടേസ്റ്റായി കിട്ടും. താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റിലുള്ള ചേനത്തണ്ട് ചെറുപയർ തോരൻ റെഡിയായി കഴിഞ്ഞു. പണ്ട് കാലങ്ങളിൽ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിയിരുന്നൊരു തോരനാണ്. ഈ ഒരു രീതിയിൽ ചേനത്തണ്ട് കിട്ടുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ചൂട് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അടുത്തത് ചെറുപയർ കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1/4 കപ്പ് ചെറുപയർ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് 2-3 തവണ കഴുകി വൃത്തിയാക്കി എടുക്കാം. നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പയർ വേകാൻ വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 3 വറ്റൽമുളകും 3 വെളുത്തുള്ളിയും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായി മൂത്ത് കളർ മാറി വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും 3 ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ചമ്മന്തി തയ്യാറാക്കാം. ഇപ്പോൾ അത് വേകാൻ വെച്ചിരുന്ന ചെറുപയർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളമൊക്കെ മാറ്റാൻ വേണ്ടി അരിപ്പയിലേക്കൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിലുള്ള വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വാർന്നു പോകട്ടെ. ഇപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ നന്നായി വാർന്നു വന്നിട്ടുണ്ട്. പയർ നല്ലതുപോലെ തണുത്ത് ഇനി നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പയർ ഇട്ട് കൊടുത്ത് ഇഞ്ചിയും ചുവന്നുള്ളിയും ഇട്ട് കൊടുക്കാം. അതിലേക്ക് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഐറ്റംസ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു കൈപ്പിടി തേങ്ങ ചിരകിയതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇതിനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പുളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ എരിവ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇഞ്ചിയുടെ ഫ്ലേവർ നന്നായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഇഞ്ചി അതിൽ നിന്നും ഇത്തിരി കൂടെ കുറച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. വളരെ ഹെൽത്തിയും സൂപ്പർ ടേസ്റ്റിയുമായിട്ടുള്ള ചമ്മന്തിയാണ്. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ്. കൂടെ ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ സംഭവം സൂപ്പറാണ്. വേറെ കറികളൊന്നും ഇല്ലാത്ത സമയത്ത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ചൂട് ചോറിൻ്റെ കഞ്ഞിയുടെയൊക്കെ കൂടെ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട. ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ സംഭവം സൂപ്പറാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ.
അടുത്തത് ചെറുപയർ കൊണ്ട് നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള പരിപ്പ് കറിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പരിപ്പ് കറി തയ്യാറാക്കുന്നതിൻ്റെ 1/4 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3-4 തവണ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം ഇതേപോലെ പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. പയറിൻ്റെയൊക്കെ കളറ് മാറി നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഇതിനെ ഒന്ന് വറുത്തെടുക്കാം. കഴുകിയിട്ട് വറുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് സമയം വേണ്ടി വരും ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ ആ ഒരു സമയം അത്രയും നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. അപ്പം കളറൊക്കെ മാറി വരുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ കിട്ടും. ഇതേപോലെ നന്നായിട്ടൊന്ന് കളറ് മാറി ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം. ഇപ്പോൾ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ പയറിൻ്റെ തൊലിയൊക്കെ ഉണ്ടല്ലോ അതൊന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് പാറ്റി എടുത്തതിന് ശേഷം ആ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3-4 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കർ മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അത് വേകാൻ വെച്ചതിന് ശേഷം അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി ആവശ്യമുള്ള തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അരയാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ജീരകവും 3-4 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുക്കർ തുറന്ന് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടില്ലേ, ചെറുപയർ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ തേങ്ങ അരച്ചത് നമുക്ക് കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ചെറുപയർ വേവിച്ചത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി അതും കൂടി നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അരച്ച ചെറുപയർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്ത് കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതേപോലെ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്ത ഉപ്പ് എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് ചൂടാക്കി എടുക്കാനാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. പരിപ്പ് ഒരിക്കലും തിളച്ചു പോകരുത്. തിളച്ചു പോയാൽ അതിൻ്റെ ടെക്സ്ചറൊന്ന് മാറിപ്പോവും. ഇതേപോലെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുത്താൽ മതിയാകും. പരിപ്പ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കണം. കണ്ടില്ലേ, നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് താളിച്ച് കൊടുക്കാം. അപ്പം താളിക്കാനുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ കടുകും ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അത് അടുപ്പിൽ നിന്ന് മാറ്റി നമുക്ക് പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ താളിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം മൂടി തുറന്ന് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പരിപ്പ് കറി ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.